അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് സ്വീറ്റ് കോൺ, നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്വീറ്റ് കോൺ ആദ്യം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് പാലക്ക് നമുക്ക് ഇതുപോലെ ഇല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പാലക്കില നമ്മൾ സോഫ്റ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാലക്ക് നന്നായിട്ട് കിടന്ന് വെന്ത ശേഷം അതിൻ്റെ വെള്ളം, എക്സ്ട്രാ വെള്ളം കുറച്ചെടുത്ത് വെച്ചാൽ മതി. ബാക്കി വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ആ ഇല ഇങ്ങനെ എടുത്ത് വെക്കണം. എന്നിട്ട് ആ ഇല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് നേരത്തെ എടുത്ത് വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ സ്വീറ്റ് കോണും റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഓൾറെഡി വൈറ്റ് റൈസ് ഒന്ന് വേവിച്ച് വെക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടി പാനിൽ എണ്ണയിട്ട് ജീരകം ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതും ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ആക്കണം. സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്നിട്ട് നമ്മൾ സ്വീറ്റ് കോണും കൂടി ഇട്ട് അതെല്ലാം കൂടി നല്ല രീതിയിലൊരു ഇതായി വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്കിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്താൽ, ഞാനിവിടെ ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ഇത്രയും ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് അതിന് നന്നായിട്ട് കിടന്ന് തിളക്കുകയും വേവുകയൊക്കെ ചെയ്യട്ടെ. അതിനുശേഷം നമ്മൾ നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, നമ്മളാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് റൈസ് ഇട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സാക്കി കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് അങ്ങനെ മിക്സ് ആക്കുമ്പോഴത്തേൻ്റെ ഇതേപോലെ നമുക്ക് അടിപൊളി പാലക് സ്വീറ്റ് കോൺ ഹെൽത്തി ന്യൂട്രീഷ്യസ്, ഞാൻ ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് ഇരുമ്പിൻ്റെയും കൂടെ ഗുണങ്ങൾ കിട്ടും, അങ്ങനത്തെ ഒരു റൈസ് റെഡിയായി. നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇന്ന് ചപ്പാത്തിയും കറിയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊങ്ങി വരുന്ന ബട്ടൂര കേട്ടോ, നമ്മൾ ഒലിവ് ഓയിലൊക്കെ തേച്ച് കൊടുത്ത് നല്ല പൊങ്ങി വരുന്ന ഇതും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബ്രൊക്കോളി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, ബ്രൊക്കോളി കറിയും പിന്നെ സാലഡും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒലിവ് ഓയിൽ ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തി, ബ്രൊക്കോളി കറി, സാലഡ്, പാലക് റൈസ്, കേട്, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അതും. പിന്നെ ആ രണ്ടാമത്തെ ഇങ്ങനെ കാണുന്നത് തിക്കായിട്ട് കാണുന്നതെന്ന് പറയുന്നത് പായസമാണ് കേട്ടോ. ഇളനീർ പായസം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ഞാൻ അങ്ങനെ മിൽക്കൊന്നും ഇല്ലാത്ത ഒരു നോക്കിയപ്പോഴാണ് തേങ്ങാപ്പാലിൽ, പശുവിൻ്റെ പാലില്ലാതെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇളനീറിൻ്റെ പായസം കണ്ടു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ സൂപ്പറായി എന്ന് പറഞ്ഞ് കുഞ്ഞ് കഴിക്കുകയാണ്. ഞാനപ്പോൾ ഇളനീർ പായസം വന്നു കേട്ടോ. ഇത്രയും ചെറിയൊരു ബോക്സിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല കിഡിലും ക്രീമി ആയിട്ട് നല്ല കിഡിലാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. ഇളനീരിൻ്റെ കഷ്ണവും മറ്റേ ബദാമിൻ്റെ ഒക്കെ ഇട്ട് നല്ല കിഡിലും ടേസ്റ്റായിരുന്നു കേട്ടോ.